5ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 1, റീഡിങ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഈ കഥയിൽ നിന്ന് ഒരു കഥ തന്നിട്ടുണ്ട്. ഈ കഥയിൽ നിന്ന് ചോദ്യം തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ ഡാഷ് വിട്ടുപോയ ഭാഗങ്ങൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എഴുതാം. ഉദാഹരണം, ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫ്രം ജിം. ഡെല്ല എന്താണ് ജിമ്മിന് കൊടുത്തത്? അപ്പം ഇതിലുള്ള ആൻസർ ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ ചെയിൻ എന്ന ആൻസറാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യന് അതുപോലെ തന്നെ സ്റ്റോറി നന്നായി വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എഴുതാം. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത്. ആക്ടിവിറ്റി 2, ലെറ്റ്സ് ചാറ്റ്. അപ്പോൾ ആക്ടിവിറ്റി 2ൽ കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. ടീച്ചർ എൻ്റർ ദ ക്ലാസ്. ഇതിലപ്പോൾ കോൺവെർസേഷനാണ്. ടീച്ചറും ചെസ്റ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെസ്റ്ററിനെയും ടീച്ചറിനെയും പറ്റിയിട്ട്. അപ്പോൾ അതിലെ കോൺവെർസേഷൻ എഴുതുക. അത്രയുള്ള ആക്ടിവിറ്റി 2. അതിൻ്റെ ആൻസർ ഞാൻ ലാസ്റ്റ്. ആക്ടിവിറ്റി 3, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ചെസ്റ്റർ റെക്കോൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ചെസ്റ്ററിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടം ഇല്ലാത്തതുമുണ്ട്. അപ്പം നമ്മളുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഏതാനാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഐ ലൈക്ക് ടു റീഡിങ് ബുക്സ്. അങ്ങനെ ഇതിൽ നിന്ന് എഴുതാം. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ലൈക്സും ഡിസ്ലൈക്സും എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 4, തോട്ട്സ്. ഹാവൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. നമ്മൾ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് ചിന്തകൾ. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന്, ഡിഡ് ദ ട്രെയിൻ നൗ വൈ ഇറ്റ് സ്റ്റോപ്പ്. എന്തുകൊണ്ടാണ് ട്രെയിൻ നിർത്തിയത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയാൽ അപ്പോൾ അതിൻ്റെ തോട്ട്സും കിട്ടുന്നതായിരിക്കും. ആക്ടിവിറ്റി 5, പിക്ചർ ടെൽ. ഡെവലപ്പ് ദ ഈവൻറ്റ് ഇൻ ദ ഗിവൻ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. ഈ പിക്ചറിൽ തന്നത് ഒരു സ്റ്റോറി ആക്കി എഴുതാനാണ് ആക്ടിവിറ്റി 5ൽ പറയുന്നത്. ആക്ടിവിറ്റി 6, സ്കെച്ച് എ പിക്ചർ. നമ്മൾ റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർക്ക് ദ ചെസ്റ്റർ റെക്കോൺ വിസിറ്റഡ്. ഇതിൽ പറയുന്നത് ഈ ഒരു പിക്ചറിൽ കാണുന്നത് എന്തൊക്കെയാണ്? പാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ നേരായിട്ടൊരു പോട്ടുണ്ട്. അപ്പോൾ അതിൽ ചെടിയുണ്ട്. ചെടിയെ വരച്ചിട്ട് അതിൽ ബട്ടർഫ്ലൈസും തുമ്പികളുമാണ് ഇതിൽ ചുറ്റോറം വരക്കാൻ പറയുന്നത്. അങ്ങനെ ഇതിൽ ഫുള്ള് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത് അത് കൂട്ടിച്ചേർക്കാനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുക. ആക്ടിവിറ്റി 7, ലെറ്റ്സ് എഡിറ്റ്. ഇതിൽ എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എ ഗേൾ യങ്. ഗേൾ യങ് എന്നാണോ അതോ യങ് ഗേൾ എന്നാണ് നമ്മൾ പറയുകയെങ്കിൽ